ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 28-29 അധ്യായങ്ങളിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ 2 അധ്യായങ്ങൾ മുഴുവൻ വായിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുവെ ഒന്ന് പറയാം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. 28-1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാ ദിവസവും അർപ്പിക്കേണ്ട യാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാം വാക്യം, നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന ദഹനയാഗം എന്തെന്നാൽ നാൾ തോറും നിരന്തര ഹോമയാഗത്തിന് 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാട്, ഒരു കുഞ്ഞാടിന് രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. എല്ലാ ദിവസവും കഴിക്കേണ്ട യാഗം രാവിലെയും വൈകുന്നേരവും. 2-ാം വാക്യത്തിൽ ഈ യാഗങ്ങളെക്കുറിച്ച് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം എന്ന് പറയുന്നു. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഇതിൽ ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കരുത്. സമയത്ത് ചെയ്യണം. ഇത് ചെയ്യാൻ ജാഗ്രതയുണ്ടായിരിക്കണം. ഈ യാഗം കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഭോജനയാഗമുണ്ട്, അതുകൂടാതെ എണ്ണയുണ്ട്, പിന്നെ വീഞ്ഞുമുണ്ട്, മദ്യവുമുണ്ട്. ഈ യാഗം കഴിക്കുമ്പോൾ അർപ്പിക്കുന്ന ഭോജനയാഗത്തിൻ്റെ ഒരു അംശം മാത്രമേ അർപ്പിക്കുകയുള്ളൂ, ബാക്കി പുരോഹിതനുള്ളതാണ്. അപ്പോൾ ഭക്ഷണം പുരോഹിതന് കൊടുക്കുവാനുള്ള ഒരു ഉപാധി കൂടെയാണ് ഈ ദഹനയാഗം. എല്ലാ ദിവസവും ചെയ്യേണ്ട 2 യാഗങ്ങൾ. ഇനി 9-ാം വാക്യത്തിൽ ശബത്ത് നാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയവും അർപ്പിക്കണമെന്ന് കാണുന്നു. എല്ലാ ദിവസവും ചെയ്യുന്നതിന് പുറമെ എല്ലാ ശബത്തിലും 2 കുഞ്ഞാടിനെ ഭോജനയാഗമായി അർപ്പിക്കണം. ഇത് ചെയ്യുമ്പോൾ നിരന്തര ഹോമയാഗം അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും ചെയ്യുന്ന യാഗം ചെയ്യണം, കൂടാതെ ശബത്തിൽ ചെയ്യേണ്ടുന്ന യാഗം കഴിക്കണം. ഇനി 11-ാം വാക്യം, നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും അർപ്പിക്കുന്ന കാര്യം പറയുന്നു. ഈ യാഗങ്ങളോടൊപ്പം ഭോജനയാഗവും എണ്ണയും വീഞ്ഞുമുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ദിവസവും കഴിക്കേണ്ട യാഗം, ആഴ്ചയിൽ കഴിക്കേണ്ട യാഗം, മാസത്തിൽ 1 പ്രാവശ്യം കഴിക്കേണ്ട യാഗം. ഇനി 16-ാം വാക്യത്തിൽ 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹയാകുന്നു. ആ മാസം 15-ാം തീയതി പെരുന്നാളായിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ഇവിടെ വർഷത്തിലൊരിക്കൽ കഴിക്കേണ്ട യാഗത്തെക്കുറിച്ചും അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചുമാണ് പറയുന്നത്. പെസഹ നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ വർഷത്തിൻ്റെ ആദ്യത്തെ മാസം 14-ാം തീയതിയാണ് പെസഹ കുഞ്ഞാടിനെ ഇറക്കുന്നത്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ദൈവം അവർക്ക് കൊടുത്ത പെരുന്നാളാണ് പെസഹ. അത് അവർ തലമുറയായി ആചരിക്കണം എന്ന് മാത്രമല്ല, അത് അടുത്ത തലമുറയ്ക്ക് ദൈവം അവരെ എങ്ങനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു എന്ന കാര്യം പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു അവസരമായിരിക്കണം എന്നൊക്കെ നാം നേരത്തെ വായിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 28-29 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ്. പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നാം. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്. ദൈവം ഈ കാര്യങ്ങൾ ആദ്യം ഇസ്രായേൽ മക്കളോട് പറഞ്ഞപ്പോൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ആളുകളാണ് അത് കേട്ടത്. എന്നാൽ കഴിഞ്ഞ 38 വർഷങ്ങൾ കൊണ്ട് ആ തലമുറയിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞുകൂടാ, മോശ ഇപ്പോഴുമുണ്ട്, യോശുവയും കാലേബുമുണ്ട്, ബാക്കി എല്ലാവരും മരിച്ചുപോയി. അഹരോനടക്കം മരിച്ചുപോയി.
പുതിയ തലമുറയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനകൾ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ മോശ ചെയ്യുന്നത്. മോശയിലൂടെ ദൈവം ഈ പുതിയ തലമുറയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ നിയമങ്ങൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഓർക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറന്നുപോകും. മറന്നു പോകാതിരിക്കാൻ നമുക്ക് ചില റിമൈൻഡേഴ്സ്, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില അടയാളങ്ങൾ ആവശ്യമാണ്. ഈ യാഗങ്ങൾ വാസ്തവത്തിൽ നമ്മെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു മൃഗത്തെ യാഗം കഴിച്ച് അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊന്ന് ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ അത് യാഗം കഴിക്കുന്നയാളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കും. അതിലൊരു പ്രധാന വസ്തുത, ദൈവസന്നിധിയിൽ വരുവാൻ ഒരു മൃഗത്തിൻ്റെ രക്തം ആവശ്യമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്ത് നഗ്നനായി തീർന്നപ്പോൾ അവിടെ തന്നെ ഒരു മൃഗത്തെ കൊന്നതിൻ്റെ തോലെടുത്ത് ദൈവം മനുഷ്യനെ ഉടുപ്പിച്ചതായി നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ രക്തച്ചൊരിച്ചിൽ മനുഷ്യൻ്റെ പാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏത് യാഗം എവിടെ നടന്നാലും അത് മനുഷ്യൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. രണ്ടാമതായി, അവർ ദൈവസന്നിധിയിലാണ് യാഗം കഴിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യൻ്റെ പാപത്തെ വളരെ ഗൗരവമായി കാണുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നത് ദൈവത്തോടാണ്. പലപ്പോഴും ആളുകൾ തെറ്റ് ചെയ്യുന്നത് മറ്റു മനുഷ്യരോടാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാറുണ്ട്. മറ്റു മനുഷ്യരോട് പോയി ക്ഷമ ചോദിച്ചു, ഞാൻ അവനോട് നിരന്നു എന്നൊക്കെ പറയും. പക്ഷേ ആത്യന്തികമായി പാപം ദൈവത്തോടാണ് ചെയ്യുന്നത്. ആ കാര്യവും ഈ യാഗം കഴിക്കുന്ന സമയത്ത് യാഗം കഴിക്കുന്ന വ്യക്തി ഓർക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും കഴിക്കേണ്ട യാഗം, എല്ലാ മാസവും കഴിക്കേണ്ട യാഗം, എല്ലാ ആഴ്ചയും കഴിക്കേണ്ട യാഗം, എല്ലാ ദിവസവും കഴിക്കേണ്ട യാഗം. ഇനി 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം മാസത്തിൽ കഴിക്കുന്ന യാഗത്തെക്കുറിച്ച് കാണുന്നു. 1-ാം മാസത്തിലാണ് പെസഹ ആചരിക്കുന്നത്. അതിനുശേഷം 50 ദിവസം കഴിഞ്ഞാണ് ആദ്യ ബലിപ്പെരുന്നാൾ. നമ്മൾ അതിനെ പെന്തിക്കോസ് പെരുന്നാൾ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ പേരാണ് കൂടുതൽ പോപ്പുലറായിരിക്കുന്നത്. അതിനുശേഷം 7-ാം മാസത്തിലാണ് പിന്നീട് വിശുദ്ധ സഭായോഗം കൂടുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ വീണ്ടും ദൈവസന്നിധിയിൽ വരുന്ന സമയം. ആ സമയത്ത് ആത്മതപനം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ 29-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആത്മതപനം എന്ന് പറഞ്ഞാൽ അവർ സ്വയം പരിശോധിക്കണം. ഈ സ്വയം പരിശോധിക്കുന്ന സമയത്ത് അവർ ഉപവസിക്കണം. ഈ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് ആത്മതപനം, അതായത് സെൽഫ് ഇൻഫ്ലിക്ഷൻ, അതിൽ ഉപവാസം വരും. അപ്പോൾ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് ഉപവസിക്കുകയും സ്വയം പരിശോധന ചെയ്യുകയും അതിനുശേഷം മഹാപാപ പരിഹാര ദിവസം എന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് ജനത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് ഒരു ആട് മരുഭൂമിയിലേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് 29-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. മഹാപാപ പരിഹാര ദിവസത്തെക്കുറിച്ച് വായിക്കുന്നില്ലെങ്കിലും ആത്മതപനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞുള്ള വിശുദ്ധ സഭായോഗത്തെക്കുറിച്ചും 15-ാം തീയതി മുതൽ അടുത്ത 8 ദിവസങ്ങളിൽ തുടർച്ചയായി കഴിക്കേണ്ട യാഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആദ്യത്തെ ദിവസം 13 കാളക്കിടാങ്ങളെ യാഗം കഴിക്കണം. അതിനെ അടുത്ത ദിവസം അത് 12 ആവും. അത് കഴിഞ്ഞത് 11, പിന്നെ 10, ഇങ്ങനെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ക്രമത്തിൽ യാഗം കഴിക്കുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ യാഗത്തോടൊപ്പം കഴിക്കുന്ന ഭോജനയാഗമാണ് ഈ 2 അധ്യായങ്ങളിലെയും ഒരു പ്രധാന വിഷയം. ഭോജനയാഗത്തിൻ്റെ ഒരംശം മാത്രം അർപ്പിക്കുകയും ബാക്കി പുരോഹിതന്മാർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയുമാണ്. അത് പുരോഹിതന്മാരാണ് ഭക്ഷിക്കുന്നത്. അത് അതിവിശുദ്ധമാണ് എന്ന് നാം ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഭക്ഷണം ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഈ യാഗങ്ങൾ. ഈ യാഗത്തോടൊപ്പമുള്ള ഭോജനയാഗം അതുകൊണ്ടാണ് വളരെ കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം,
യഹൂദന്മാരുടെ മാസം അത് അമാവാസി ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമാവാസി ദിവസങ്ങളിലും യാഗം കഴിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം യഹൂദന്മാരുടെ മാസം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ദർശനം വച്ചിട്ടുള്ള മാസങ്ങളാണ്. അതുകൊണ്ട് 28 ദിവസങ്ങളായിരുന്നു യഹൂദന്മാരുടെ ഒരു മാസത്തിൽ ഉണ്ടായിരുന്നത്. ഈ കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം പിന്നീട് വർഷങ്ങളുടെ കണക്ക് നോക്കുമ്പോഴും മാസങ്ങളുടെ എണ്ണം നോക്കുമ്പോഴുമൊക്കെ എണ്ണം ശരിയായി വരാറില്ല. അതിൻ്റെ ഒരു കാരണം യഹൂദന്മാരുടെ മാസത്തിൽ 28 ദിവസങ്ങളെ ഉള്ളൂ എന്നതാണ്. ഇതും ബൈബിൾ പിന്നീട് പഠിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ഈ യാഗത്തിൽ ദൈവം മനുഷ്യൻ ഓർക്കണം എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും അവനെ ഓർമ്മപ്പെടുത്തുവാനുള്ള യാഗങ്ങളാണ് നടക്കുന്നത്. അത് ദിവസവും ആഴ്ചയിലും മാസത്തിലും വർഷത്തിലും ചെയ്യുന്നു. ഇത് ദൈവം പാപത്തെ ഗൗരവമായി കാണുന്നു എന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം പാപത്തിൻ്റെ പരിഹാരം ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.